ഇപ്പൊ 2 വയസ്സ്. 2 2 വയസ്സായി. 2 വയസ്സാണ് ഇതോ? അയ്യോ എന്നിട്ട് ഇത്രയേ ഉള്ളോ? ആരടി വാ, നിന്റെ പേരമ്മ ഇവിടെ ഉണ്ട്. പേരമ്മ വാ. എപ്പോഴാണ് നിങ്ങളെപ്പോഴാ വന്നേ? നിങ്ങളെപ്പോഴാ വന്നേ? ആണോ? ഞാനും ഇറങ്ങിയുള്ളല്ലോ. ഞാൻ കടാ പോയി. ഹലോ, ഞാൻ ഓഫീസിൽ പോയിരുന്നു. ഒരു ചെറിയ പരിപാടി ചെയ്യാനുണ്ടായിരുന്നു. അതിന് പോയത്. പനിയാന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? നിങ്ങൾ വരുമെന്ന് അറിഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? എൻ്റെ പോലെ നല്ല പാർട്ടീസാ. നമ്പറില്ലെന്ന്, നമ്മുടെ നമ്പറില്ലെന്ന് പറഞ്ഞു കേട്ടോ. ഇതിന് നിങ്ങൾ പറയാതെ വന്നേ. നിങ്ങളിതിനെ പറയാതെ വന്നേ. അതുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ലേ ആൾക്കാർ. കണ്ടായിരുന്നല്ലേ? മനസ്സിലായോ? മൂത്ത ചേച്ചിയുടെ പേരെന്താന്ന് ചോദിച്ചപ്പോ പേര് പറഞ്ഞേ. ഞാനേടെ പറഞ്ഞപ്പോ ഞാനേനെ അറിയാം. ഞാനേടെ മോനാന്ന് പറഞ്ഞു. അന്നേരം ചിരിച്ച്. ആരൊക്കെയാ? ഏത് ചേച്ചിയുടെ? മൂത്ത ചേച്ചിയുടെ അറിയത്തില്ലേ? ആ, മൂത്ത ചേച്ചിയുടെ അല്ലേ? ത്രേസ്യാമ്മയുടെ. ആ, ത്രേസ്യാമ്മയുടെ മകളും മരുമകളും. ഞങ്ങൾ 5 പെണ്ണുങ്ങളുള്ളതിൽ ഏറ്റവും മൂത്ത ആൾ എന്റെ ചേച്ചി. ഒരാണോ അല്ല? ഒരാണോ ഉള്ളു. ബേബി അല്ലല്ല, ഇവിടുത്തെ ആങ്ങള. ഇവരുടെ നമ്മുടെ ആങ്ങളുടെ കാര്യമാണ്. ഉതുപ്പച്ചന്റെ കാര്യം. ഉതുപ്പച്ചൻ അമ്മയുടെ ആങ്ങളുടെ കാര്യം എന്നാ പറഞ്ഞേ. നമ്മുടെ അമ്മാവൻ. അത് അമ്മാവനാണ്. ആങ്ങളെയാ എന്റെ. നമ്മുടെ ചേച്ചി, നമ്മുടെ അമ്മാവൻ. അമ്മാവന്റെ കാര്യം ഒരു പിടിയില്ലല്ലോ. ഒരു പിടിയില്ല. പുള്ളി ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമ്മുടെ ഐക്യപ്പറമ്പിലെ കുഞ്ഞമ്മയായിട്ടല്ലേ കണക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരായിട്ടും പുള്ളി ബന്ധമില്ലായിരുന്നല്ലോ. കുഞ്ഞമ്മേനെ വിളിയും പറക്കുണ്ടായിരുന്ന നേരത്തെ മരിച്ചുപോയി. അവിടെ തന്നെയാണ്. എവിടെയാ? മണ്ണകിനാട്ടില്. അവിടെ സ്ഥലവും പെരയൊക്കെ ആയോ? നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുക. സ്ഥലത്തിന് വിഷമമില്ല. വലിയ വിലയില്ലല്ലോ. ഇവിടെ എങ്ങനെയാ ഇങ്ങോട്ട് നേരത്തെ പോലെ എങ്ങനെയാ? നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇല്ല എന്റെ മോളെ, ഞാൻ എങ്ങും പോകില്ല. ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2 ദിവസം വന്ന് നിന്നോ? എന്റെ മോളെ എനിക്ക് നടത്താനും വരുന്നു. എന്നിട്ട് ഇതിലെ എല്ലാം കാറേ കയറി പോകുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. നടക്കാൻ പറ്റാഞ്ഞിട്ടാ. എങ്ങോട്ട് പോകണം? പള്ളിയില് കൊറോണറ്റോളിൽ പോയില്ലേ? കൃപാസന പള്ളിയിൽ പോയില്ലേ? എവിടെയാ? കൃപാസനത്തിലെ മാതാവിന്റെ അടുത്ത്. ഒന്നില്ലാട്ട് പോണില്ല. ഞാൻ ഇവിടെ കൊണ്ട് ശിവാപുരപ്പള്ളി മുത്തപ്പന്റെ ഇവിടെ മാത്രമേ ഉള്ളൂ. കൊറോണറ്റോളിൽ പോയിട്ടേ പോകാൻ കാണുള്ളൂ. അതല്ലാതെ അവിടെ വേറെ മണ്ണാർപ്പാറപ്പള്ളി ഇടവക അവിടെ പോകുന്നു. മാൻകട്ടം മണ്ണാർപ്പാറൊക്കെ പള്ളി കൊണ്ടുപോയി ഇരിക്കുമെന്നുള്ള ഉറപ്പില്ലേ? ചിലപ്പം ചെയ്യുമ്പം ഏറ്റവും ഡിസംബർ ഈ പെരുന്നാൾ തുടങ്ങാൻ പോവാ. പോകാൻ പറ്റിയല്ലോ, നടക്കത്തില്ല. കാല് കുഴഞ്ഞു പോവും. നടക്കാൻ മേല. വിലക്കുറവാ. അത് കാരണം വേട്ടം കയറത്തില്ല, ഇറക്കം ഇറങ്ങത്തില്ല. അത് കാരണം ഓരോ കാര്യത്തിനും വീട്ടിൽ കുത്തിയിരിക്കുക, പ്രാർത്ഥിക്കുക. അത് ഇൽച്ചെന്നാന്നേ
ഞങ്ങൾ കഴിച്ച് വേണ്ടെങ്കിൽ വേണ്ട 4 ദിവസമായി. ഒന്നും വേണ്ട. ലിസ്ബനെ അങ്ങോട്ടാണോ വന്നേ? അവിടെ അങ്ങോട്ട് വന്നു. ലിസി അങ്ങ് വന്നേ. അവിടെ ഒരു തിരുവനന്തപുരം ഞാനും കൂടെ. എന്നിട്ട് അങ്ങോട്ട് വന്നു. ആ അങ്ങാറ്റം തൊട്ട് ആണോ? ഞാനും പോയി. അത് പറ. അവരെന്തോരം അവരെല്ലാം വലുതായി പോയി. മൂത്തതാ ഇവിടെ വന്നത്. ആണോ? എപ്പം വന്നു? ഇപ്പൊ ഇവിടെ ഇപ്പൊ വിളിക്കുന്നില്ലേ? ഞാൻ ബേബിയുടെ മോനാണെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തന്നില്ലേ? ഞാൻ നോക്കില്ല മോനെ. ആണോ? തർക്കിക്കണതാണ് ഓരോന്നും പഠിക്കല്ലേ? ഓരോന്നും തർക്കിക്കണ കാണാം. ഒരു കൊച്ചുണ്ട്. ആണോ? അപ്പൊ എത്ര പിള്ളേരുണ്ട്? 3 പേര്. അവര് ബാക്കി 2 പേരും ഇവിടെ ഇല്ല, വെളിയില. പെണ്ണില്ല. വന്നത് 3 പെണ്ണ്. അത് മതിയില്ല. അതുപോലെ അത്യാവശ്യത്തിനുണ്ടല്ലോ. അതന്നെ. ഒന്നുമില്ല വന്നാ വലിയ ഒരു സെയിലില്ല. അതെ. പെങ്കൊച്ചുങ്ങൾക്ക് പെങ്കൊച്ചുങ്ങളും വേണം, ആൺകൊച്ചുങ്ങൾക്ക് ആൺകൊച്ചുങ്ങളും. എന്തെങ്കിലും നമുക്ക് എങ്ങോട്ട് നോക്കിയാലോ ഒരു സെയിലുള്ളൂ, ഒരു സുഖമുള്ളൂ. അതിന് കുഞ്ഞമ്മയ്ക്ക് ഉണ്ടല്ലോ ഒരു പെങ്കൊച്ച്. കുഞ്ഞമ്മയ്ക്കും ഇല്ല ഒരു പെങ്കൊച്ച്. എനിക്കും ഒരു പെങ്കൊച്ച്. അത് വരാറുണ്ടോ? അത് ഇപ്പോഴും വന്നിട്ട് പോകും. അങ്ങ് പോയില്ലേ? വരാനൊന്നും പറ്റത്തില്ല. അതിനകത്ത് സമയം അതിനാളില്ല അവിടെ വീട്ടിൽ. ചേട്ടാനിമാരങ്ങനെ കെട്ടിയാൽ മാത്രമില്ല. അത് കാരണം ഒന്നുമില്ല. അതുകൊണ്ടൊന്നും വരവൊന്നുമില്ല. ഒന്നാ തന്നെ ഒന്ന് വന്ന് ഉടനെ പോവും. 2 ദിവസം നിക്കാൻ പറ. നിൽക്കാനൊന്നും പറ്റിയാലോ സമയമില്ല. അവിടെ ആളില്ല. അപ്പനും അമ്മയുണ്ട് അവിടെ. അപ്പനും അമ്മയുണ്ടോ? അവർക്ക് പ്രായമുണ്ട്, പ്രായമായതാ. അവരുടെ എല്ലാ കാര്യങ്ങളും ശുശ്രൂഷകളും ചെയ്യണം. വേറെ ആരും ചേട്ടാനിയന്മാരില്ല. പിന്നെ ഈ ഒരു മകനെ ഉള്ളൂ. ആര് പറഞ്ഞു? 2 ആണുങ്ങളല്ലേ? ഒരാണും കൂടെ ഉണ്ടല്ലോ. ഒരു ചേട്ടനുണ്ടല്ലോ. പഞ്ചാബില് ഉണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. ചണ്ണിച്ചേട്ടൻ എന്നാളെ വന്നായിരുന്നല്ലോ, 2 ആഴ്ച മുമ്പ് വന്നല്ലേ? ആരാ ഇതാരാ? ആര് വിളിച്ചു നോക്കണം? എന്നെ അറിയോ? ചേച്ചിയുടെ ഇളയ മകളാ. നിങ്ങളുടെ കൂടെ വന്നാണോ? മോള് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളെ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിട്ടുണ്ടാകുക അമ്മയുടെ കൂടെ ഇളയതായതുകൊണ്ട്. എവിടേക്കോ കുഞ്ഞമ്മേനെ കാണാൻ എപ്പോഴും വരുമായിരുന്നു. ഓർക്കണില്ല. ലിസിക്കുഞ്ഞ് എപ്പോഴും ലിസിക്കുഞ്ഞൊന്നും ഓർമ്മയുണ്ടോ? ലിസിക്കുഞ്ഞ് ഓള് വന്നിട്ടുണ്ടോ? പിന്നെ ഞാൻ ഇതിനു മുമ്പ് വന്നായിരുന്നല്ലോ, കുഞ്ഞമ്മയ്ക്ക് വയ്യാണ്ടിരുന്നപ്പോ. ഞാനൊന്നും ഓർക്കണില്ല. ഞാനും ചേച്ചിയൊക്കെ കൂടെ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അന്ന അര കാണും, അറിയും. പ്രായത്തിനനുസരിച്ചാണ്. നേരത്തെ ഇതൊക്കെ എല്ലാരും അക്ഷരമായിട്ട് അറിയാം. ഒരു കൊല്ലം കൂടി വന്നാലും പിന്നെ അറിയാതെ. ഇപ്പോഴും അറിഞ്ഞു, ഞങ്ങളെയൊക്കെ അറിഞ്ഞല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പോകും. അമ്മയൊക്കെ മനസ്സിലുള്ളവരൊക്കെ അമ്മ ഓർക്കുന്നുണ്ടെന്നേ. ഇടയ്ക്കിടയ്ക്ക് അവരൊന്നും അറിയില്ല. പറഞ്ഞു കഴിഞ്ഞാ മക്കൾക്ക് സുഖമാണോ? എല്ലാവർക്കും സുഖമാണ്. സുഖം. 2 പേര് പിള്ളേരാണോ? ഒരാളോ? ഇതൊന്നും ഉള്ളല്ലേ? ഒരാളും 2 പെണ്ണും. അത് മതി. പക്ഷെ ആണുങ്ങൾ ഒന്നുള്ളെങ്കിൽ ചോളായിരിക്കും. കാര്യമൊക്കെ അറിയാം. ചോളമാണ് ഒരെണ്ണം മതി. കുഞ്ഞമ്മയ്ക്ക് എത്ര മക്കളാ? കുഞ്ഞമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? എനിക്കോ? എനിക്ക് എൻ്റെ മോനെ ഉണ്ടാകും. ആണുങ്ങൾ 3 4 പെണ്ണുങ്ങൾ പെണ്ണൊന്നാണോ? എലിസി മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട്. ഇതാരാ ഈ വീഡിയോ പിടിക്കുന്നത്? അത് പേരെന്നാ ഇതിന്റെ? ചേട്ടൻ്റെ അല്ല, അനിയനാണ്. ആരുടെ അനിയനാ? ആരെ? ഒന്നുകൂടെ നോക്കിക്കേ, മുഖത്തോട്ട് ഒന്നുകൂടെ നോക്കിക്കേ. അനിയനാണോ മകനാണോ മകനാണോ നോക്കിക്കേ. അവരിവിടെ ഇല്ല. പണിക്ക് ജോലിക്ക് പോകും. ആണോ? ജീവിക്കണ്ടേ? പണിക്ക് പോയാലല്ല ജീവിക്കാൻ പറ്റും. സാബുവാണോ ജോമാനാണോ? അത്
ആയിരിക്കും, അറിയത്തില്ല, ഉറപ്പില്ല. ജോമോനല്ലേ? ആ എനിക്കറിയത്തില്ല. നോക്കിക്കാണോ ജോമോനാണോ സാബു ആണോ നോക്കിയേ. നിന്റെ പേരെന്നാ? അമ്മ പറ, അമ്മക്ക് അമ്മയല്ലേ പേരട്ടെ. പറഞ്ഞല്ലേ ജോമോന്ന്. ഓർമ്മയില്ല വെച്ച്. ജോമോൻ എത്ര പിള്ളേരുണ്ട്? ആർക്കാ? ജോമോന് 2 3 എത്രയാണെന്ന് അറിയത്തില്ല. എനിക്കറിയത്തില്ല. എത്ര പേരുണ്ടോ പിള്ളേര്? 2 പേര്. 2 പേര്. 2 പേര്. സാബു വരാറുണ്ടോ? രണ്ടു പിള്ളേരാണ് സാബു വരാറുണ്ടോ? സാവോ? ആ സാവു വരുമായിരുന്നു. ഇപ്പം വരില്ല. സാബു എവിടെയാ താമസിക്കുന്നത്? അവനെവിടെയാണ്? അവനൊക്കെ മറന്നുപോയി. മറന്നുപോയി. ടോമി ഒക്കെയുള്ള ടോമി 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 ജോലി നിർത്തിയെന്നായി തോന്നുന്നു. ജോലി നിർത്തിയാ? എന്നാ എനിക്ക് തോന്നണേ. അല്ലേ? ടോമി ജോലി നിർത്തിയില്ലേ? ടോമി ഇവിടെ ഇല്ലല്ലോ, പുറത്തല്ലേ. ജോലി നിർത്തണ പ്രായമായി, പെൻഷൻ പറ്റുന്ന പ്രായമായി. അമ്മ പറഞ്ഞ ശരിയാ. പാലായിലാണ്. ഓസ്ട്രേലിയ അല്ലേ? ആ ആ അമ്മ അത് പറയണല്ലോ എപ്പോഴും, പക്ഷെ അത് മറന്നു പോയിട്ട്. എപ്പോഴും കേൾക്കാലോ. അവിടെയാ. അവളും കുഞ്ഞമ്മ എപ്പോഴും കൊന്ത ചെല്ലുവോ? എപ്പോഴും കൈ കൊണ്ടാണ്. കൊന്ത ചെല്ലാറുണ്ടോ എപ്പോഴും? അതൊക്കെ എല്ലാം ഉള്ളൂ. നമുക്കല്ലാതെ ഈശോയോട് പ്രാർത്ഥിച്ചല്ല നമ്മുടെ മക്കളുടെ മക്കളും ഒക്കെ ഉണ്ട്. എല്ലാവരും രക്ഷപ്പെടണ്ടേ? എല്ലാവരും രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഈശോയുടെ മക്കളായിട്ട് വളർന്ന് ജീവിച്ച് അവരുടെ മക്കളും ഇങ്ങനെ ആയെങ്കിലും ഉള്ളൂ നമുക്ക് സമാധാനവും ശാന്തിയും മരിക്കാൻ പറ്റുമോ? അല്ലേ? അന്തോ ഇല്ല, വേണ്ടോ ഇല്ല. ഇപ്പോൾ നിരാശയാവുള്ളൂ. നിങ്ങളുടെ മുടിയൊക്കെ ഇങ്ങനെ ആരാ മുറിച്ചെന്ന്? അതൊക്കെ അവൻ്റെ എൽസിയുടെ പണിയാ. എൽസിയോ? പണിയെല്ലാം ചെയ്തത് അവളൊരു കത്തി എടുത്ത് വെച്ചോണ്ട് എല്ലാം കണ്ടിച്ചെന്നാ. എൽസിയാ? അവൾക്ക് അങ്ങനെയാ. എൽസി ഇവിടെ ഇല്ലല്ലോ. ഇതിന് മുടി മുറിക്കാൻ എൽസി ഓസ്ട്രേലിയ കിടക്കുമല്ലേ? പുറമാളിലൊക്കെ കണ്ടിച്ചവള്. ആണോ? പേര് മാറി. നല്ല രസമുണ്ട്. എൽസി ഓസ്ട്രേലിയയിലല്ലേ, പിന്നെ എങ്ങനെയാ മുടി മുറിക്കുന്നത്? അവളെ പണിയൊന്നും പറയണ്ട. വിശ്രദ്ധി കാണിക്കും. എന്നാ അവൾക്ക് പറയുമ്പോ അവൾക്ക് വിശ്രുതി. വിശ്രുതിയോ? പിള്ളേരൊക്കെ വിശ്രദ്ധി കാണിക്കും. വിവീനയുടെ കാര്യമാണ് പറയണേ. വിവീനയുടെ കാര്യമാണ് പറയണേ. അന്നപ്പോഴേ മനസ്സിലായോ? അറിഞ്ഞപ്പോഴേ മനസ്സിലായില്ലേ? പലക്കാട്ടിലാരാ ഉള്ളതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ചേച്ചിയുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മൂത്ത ചേച്ചിയുണ്ടെന്ന് പറഞ്ഞു. പനിയായിട്ടുള്ളവർക്ക് പനിയല്ലേ? എന്തെങ്കിലും അങ്ങോട്ടൊന്ന് വെച്ചാൽ ഞാൻ ചൂടാൻ വെച്ചു. തണുപ്പ് പറ്റിയല്ലേ? തണുത്തതാ ഒത്തിരി. ഇച്ചിരി തണുപ്പ് മാറിയിട്ട് കുടിക്കാം. ഇഷ്ടമില്ലേ? തണുത്ത് കുടിച്ചാലേ തൊണ്ടയ്ക്ക് വേദന വരും. അങ്ങനെയാണ്. ചെറുപ്പക്കാരായിരിക്കും. കുഞ്ഞമ്മ എന്താ കുടിക്കുന്നത്? ചൂടുവെള്ളമാണ്. കുഞ്ഞുമേലെ പെട്ടി ചൂടുവെള്ളം. പെട്ടിക്കകത്ത് എന്നാ തുണിയാണോ? ചട്ടയും കൊണ്ടുവാണോ? ഞങ്ങള് പെട്ടിക്കകത്ത് ചട്ടയും കൊണ്ടുവാണോ? അത് എന്റെ വെട്ടി അതിനാണ് 2 വസ്ത്രം. ആ ചട്ടയും കൊണ്ടുവാണോ? കമ്മണിയൊക്കെയാണോ? അതെ. ഇത് മാത്രമേ കാണുള്ളൂ. ചിലയിടത്തൊക്കെ ഉണ്ട്, ചിലര് നമുക്ക് കമന്റ് ഇടുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ മോളൊക്കെ ശരിയാക്കി തന്നല്ലേ? പണ്ട് ഞാൻ പെയിന്റ് അടിച്ചതാ. കുഞ്ഞമ്മ അതിന് ചട്ടയും കൊണ്ടൊന്നും ഇടുന്നില്ലല്ലോ ഇപ്പം. ആരും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എടുത്തു കൊടുക്കും. ചട്ടയും കൊണ്ടൊന്നും ഇടാറില്ലല്ലോ ഇപ്പം. ഇടാത്തോ? ചില ദിവസങ്ങളിലുണ്ട്. പള്ളിയിലൊക്കെ പോകുമ്പോ ഇടുവോ? പള്ളിയിൽ പോകാറുണ്ടോ? പിന്നെ പള്ളിയിൽ പോകും കുർബാന കണ്ടു. ഇപ്പൊ കുറവാണ്, നടക്കത്തില്ല. അത് നേരത്തെ എല്ലാ ദിവസവും പോകും. എല്ലാം ചെയ്തോളൂ. കുളിക്കണ കാര്യത്തെ മാത്രമേ ഉള്ളൂ. കുളിപ്പിക്കാൻ മാത്രമേ ആളാവും. മടിയാണോ കുടിക്കാൻ? കുടിക്കാൻ മടിയാണ്. ഒന്നാമത് പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട്, അതിൻ്റെ കുഴപ്പമുള്ളൂ. പിന്നെ തന്നെ കുളിക്കാൻ പാടാ. പുറമൊക്കെ തേച്ച് കൊടുക്കണേ. വണ്ടിയിൽ കൊണ്ടേ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല. വണ്ടിയല്ലേ വീട്ടിൽ 2-3 കിടക്കുന്നത്? വണ്ടിയല്ലേ വീട്ടിൽ 2-3 കിടക്കുന്നത്? അതോടെ കുഞ്ഞിപ്പേനെ കയറി ഇരുന്നോണം. എൻ്റെ അടുത്ത് പോകണമെന്നൊക്കെ പറയണം. അങ്ങനെ കൊണ്ടുപോകുന്നു.
പള്ളിയിലൊക്കെ പോയല്ലോ ഈ ഇടയ്ക്കൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നല്ലോ. പള്ളിയിലൊക്കെ പോകുന്ന ഞങ്ങൾ കണ്ടല്ലോ. കൃപാസന മാതാവിന്റെ അടുത്തൊക്കെ പോയില്ലേ? മുത്തിയമ്മയുടെ അടുത്ത് പള്ളിയിലൊക്കെ ഞാൻ പോവായിരുന്നു. പള്ളിയിൽ ഇപ്പോഴായാലും പോകുന്നില്ല. ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ ദേവപുരം പള്ളിയിലുള്ളു പോക്കുള്ളൂ. അവിടെ പോയി കുർബാനയും കണ്ടേച്ചും പോലും പിന്നെ ഇടയ്ക്ക് വിശേഷ ദിവസമുണ്ട് അതിന് പോകും. ഇപ്പൊ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ. വീട്ടുനോയമ്പ് പോലെയുള്ള നോയമ്പുണ്ട്. എല്ലാതും ഇനി 25 നോയമ്പ് വരാൻ പോവാ. 25 നോയമ്പ് വീട്ടുനോയമ്പ് പോലെയുള്ള നമ്മളിപ്പോ നോയമ്പെല്ലാം തീർന്നില്ലേ. ഇനി ആയി വന്ന കുക്കൂരാണോ ചേച്ചി? കുക്കു സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലുണ്ട് ഇപ്പൊ. അവധിന്ന് തിങ്ങി പോന്നോ? വെളിയിലോട്ട് പോകണോ? ഇനി ന്യൂസിലാൻഡിനുള്ള പരീക്ഷയൊക്കെ അവള് ഒറ്റയൊക്കെ പാസ്സായിരുന്നേ. അപ്പം ഇപ്പൊ അങ്ങോട്ട് ആളെ വിടുന്നില്ലെന്ന് തോന്നണം. ഇപ്പൊ മൊത്തത്തിൽ ടൈറ്റാ, മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഒരു മാസം 3 മാസമൊക്കെ നിന്നിട്ട് പിന്നെ ഇപ്പൊ ചെറിയൊരു വിശേഷമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് പരീക്ഷയുടെ ഇത് പോയാലും കണ്ണാതെ എഴുതിയെടുക്കാം. അവനെവിടെയാ ജോലി? അവൻ അവിടെ തന്നെ അടുത്ത മന്നയ്ക്ക് തളിപ്പറമ്പ് മന്ന. അവന്റെ ഭാര്യ തളിപ്പറമ്പ് ദൂർദ ഹോസ്പിറ്റലിൽ നേഴ്സ്. അവളും മുങ്ങി പോന്നല്ലേ? അവളിങ്ങ പോന്നു. ചേട്ടായി വെച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ ആളില്ലല്ലോ. ഇങ്ങനെ പോന്നായിരുന്നല്ലേ? രണ്ട് പിള്ളേരെ അവിടെ പിന്നെ കാണുന്നുണ്ട്. കാണുന്നുണ്ടായിരിക്കും അല്ലേ? എന്നെ 2 പ്രാവശ്യം വിളിച്ചായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ ചന്ദനക്കാമറ നിൽക്കുമ്പോഴാ ഹാനിയുടെ വീട്ടിൽ പോയത്. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് കണ്ണുരോഗമായിരുന്നു. ഞാൻ പറഞ്ഞ പേടിയില്ല പോരാൻ പറഞ്ഞ. അങ്ങനെ 2 പ്രാവശ്യം വിളിച്ചു. ഇങ്ങോട്ട് പോരുമായിരുന്നു തോന്നുന്നു സാബുവല്ലേ. അത് ഞാൻ അറിഞ്ഞേ ഇല്ല. ഇപ്പം ഇവിടെ ആയിട്ട് ഇപ്പൊ ആയല്ലോ. അത് വർഷമല്ലോ. പഠിക്കളല്ലേ, 2 വർഷം കഴിഞ്ഞല്ലേ. വാ നമ്മ ഇങ്ങനെ വന്നേ. വല്യമ്മച്ചി ഇരിക്കുന്നു. വല്യമ്മച്ചി വാ വാ അമ്മച്ചിന്റെ അടുത്തൊന്ന് വന്നേ. നീ വന്നേ വാ. കാണാൻ വന്നല്ലേ ആരാ അത്? നോബിയുടെ കൂടെ പുറത്തായിരുന്നു. അമ്മച്ചിനെ അറിയോടി? മുടി കണ്ട അപ്പൊ അമ്മച്ചിക്ക് എടുക്കുമ്പോ നല്ല അമ്മച്ചല്ലേ കണ്ടോ? ഉമ്മക്ക് വേണ്ടി കാത്തിരിക്കണേ. കൊടുക്ക്. പക്ഷെ നോബിയുടെ ഫോട്ടോ കാണുമ്പോ നോബിയെ പോലെ തന്നെ എന്നെയാ. മറ്റേ ചേച്ചിക്കില്ല കേട്ടോ, നിങ്ങളുടെ 2 പേരുടെ ഷേപ്പില്ല. കുഞ്ഞേച്ചിക്ക് പേരിനെ ചേച്ചിക്ക് വേറെ ഷേപ്പ്, വേറെ ഷേപ്പാ. ചാച്ചന്റെ ഷേപ്പാണോ? ചാച്ചന് ഇവിടെ പോലെ ഇരിക്കണെന്നാ ഞാൻ. മൂക്കൊക്കെ ചാച്ചന്റെ വള മാത്രമേ ഉള്ളൂ. ഒരു ഉമ്മ കൊടുത്താ ഞാൻ അമ്മച്ചിക്ക് ഒരു അന്നം വേണം. അല്ല എങ്ങനെ വഴക്കുണ്ടാക്കണം? കുട്ടിയായിരുന്നല്ലോ ഇതുവരെ. പേരമ്മയാ നിക്കണേ, പുറകെ നിക്കണേ. മോളെ അനിയത്തിയായിട്ട് വരും. അത് ശരി, ഈ ബന്ധത്തിലല്ലേ? രണ്ടു ബന്ധാ. പപ്പ എന്തെയാ പടത്ത് പോക്കോ? ഒരു മോട്ട് പോകും.
എന്നാ ഇല്ലേ എന്നാ കൂട്ടില്ല അമ്മച്ചി. എന്നാ അപ്പായനെ എന്നാ അമ്മച്ചി വരുമ്പോ കൊടുത്തേക്കാം. അമ്മച്ചിക്ക് കൂട്ട് അമ്മച്ചിക്കാണ് പിള്ളേരെല്ലാം ഭയങ്കര കാര്യമാണ്. എന്താ എന്തോ ഇവിടെ വന്നായിരുന്നല്ലോ കുഞ്ഞമ്മ കണ്ടില്ലേ? ഞാൻ ഓർക്കണില്ല. പോവാൻ വന്നത്. എപ്പം വന്നു അന്നാലും വന്നു. ആ എടാ നോവി നോവി പുറത്താണ്. വന്നേ ഇതിപ്പോ എനിക്ക് നീ വന്നടാ. കണ്ടതല്ലേ, മറന്നു പോയതല്ലേ, മറന്നു പോയതല്ലേ. മറന്നു പോയതാ. വന്നതാണെന്ന് വെച്ചാൽ അത് സ്വന്തം മക്കളായാലും വന്നിച്ചിട്ട് കഴിയുമ്പോൾ കണ്ടില്ലേ മറന്നു. ചേച്ചിയുടെ മോളുടെ രണ്ടാമത്തോടെ കല്യാണം അല്ലേ? കാരണം മാർച്ച് 16 ഡൽഹിയിൽ വെച്ച് ആ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നിര്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തതാണോ? ഞങ്ങൾക്ക് ഒന്നെങ്കിൽ അങ്ങനെ അല്ലേ? ഞാൻ കല്യാണം വിളിക്കാൻ കൂടെ അറിയില്ല. ആ അങ്ങനെ അവിടെ വെച്ച് നടത്തണേ, അവിടെ വെച്ച് നടത്തണേ. ഡൽഹി വെച്ച പ്രാവശ്യം അവരും ഡൽഹി സെറ്റിലായിരുന്നു. അപ്പൊ ആണോ? എടുത്താരാ അവര്? അവര് എന്താ പറയുന്നത് കുട്ടനാട്. ആ ആലപ്പുഴ. അങ്ങ് പോണക്കറന്നല്ലേ ഇവിടെ നടത്തണ. ശരിയാ, കുട്ടനാട് വെള്ളത്തിന്റെ സ്ഥലല്ലേ. നീ ആന്റീനെ അറിയോ? നിന്റെ പേരമ്മയാണ്. അത് ഇച്ചിച്ചാ തിന്നാൻ കൊള്ളിയല്ല. ചിരിയൊക്കെ വരാൻ തുടങ്ങി. കൊച്ച എവിടത്തെയാണെന്ന് പറഞ്ഞേ. ഇത് തലയിലിട്ടോ ഈ തല കൊച്ച എവിടത്തെയാന്ന് ഞാൻ പാടൊന്ന് പറഞ്ഞേ. തലയിട്ട് പൊതിച്ചു പറ ഈ അമ്മച്ചോടൊന്ന് പറഞ്ഞേ. കൊച്ച എവിടത്തെയാ പറയുന്നുണ്ടോ? അവയുടെ വീട്ടുപേരെന്ന് പറഞ്ഞേ. പറ. അമ്മച്ചിക്ക് അറിയത്തില്ല ഞാൻ. ആ കൊച്ചി എവിടത്തെയാ? പോവാ. കൊച്ച എവിടെയാന്ന് പറയാമെങ്കിൽ പോവാം. എവിടെ എവിടെയാ പോകണ്ടത്? എവിടെയാ പോകണ്ട? എവിടെയാ പോകണ്ടത്? ഇങ്ങോട്ട് പോവാൻ ഈ അമ്മച്ചിനെ കൂടെ കൊണ്ടുപോകാം നമുക്ക്. അതെന്നാ? അയ്യോ നമ്മുടെ അമ്മച്ചിയല്ലേ? പോരണ്ടേ? അമ്മച്ചിമാരെയൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നത് അല്ലേ? അല്ല അവിടെ വലിയ വേണ്ടല്ലോ. ഇവിടെ ഗ്ലാമ അതിങ്ങനെ ഇതാണോ? അല്ല, ഇത് എന്റെ മകന്റെ കൊച്ചായത്. ആണോ? അത് ശരി. നോക്കില്ലേ? അയ്യ മക്കളൊക്കെ കെട്ടിച്ചു. ഒറ്റയ്ക്ക് കണ്ടായില്ലേ ചെറുപ്പല്ലേ? മക്കള് അല്ല എനിക്ക് 2 പെൺകൊച്ചുണ്ട്. ഡിസ്റ്റേജ് സാവുകൊണ്ട് അടുത്തടുത്തല്ലേ അല്ലേ? ഡിസ്റ്റേജ് സാവുകൊണ്ട് അടുത്തടുത്തല്ലേ? നിങ്ങൾ തമ്മിൽ പ്രായ വ്യത്യാസം ഒത്തിരി ഉണ്ടോ? ഞാനും സഹോദരങ്ങളാണ്. ആ അതല്ലേ പറഞ്ഞേ. ഞാനും രാജു ഒരു പ്രായം. അല്ല ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ചെറുപ്പമായി വരും. ഞങ്ങളൊക്കെ ചെറുപ്പം പ്രായം കൂടി വരും. എന്തോ അങ്ങനെ തന്നെയാ. നല്ല ചെറുപ്പാ. അല്ല 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 ഇപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് നല്ല ചെറുപ്പാ. ചെറുപ്പമായിട്ട് ഇരിക്കട്ടെ. ഞാൻ കല്യാണത്തിന് ഈ ചേച്ചിനെ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ പകച്ചു നിൽക്കുക. ദൈവമേ മകളും അമ്മേനെയും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കുന്നത്. മൂത്ത മോടെ കല്യാണത്തിനേ നമ്മുടെ കല്യാണത്തിന് ജോമോള് വന്നില്ലായിരുന്നല്ലോ. കടകളുടെ കല്യാണത്തിനുണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. ഇവിടെ പരിപാടിക്കൊക്കെ വരുഞ്ഞ് എല്ലാത്തിനും വന്നിട്ടുണ്ട്. നോക്കിയാൽ വഴി തന്നെ സെലിൻ ചേച്ചിയുടെ കൊച്ചനായിട്ട് കല്യാണത്തിന് കാര്യം പറയാൻ കഴിഞ്ഞോ? ഇല്ലല്ലേ? ആ പെൺകൊച്ച് പോയോ? കാനഡയ്ക്ക് പോയോ? അല്ലേ? അവളുടെ അടുത്ത വർഷം പഠിത്തം ചെയ്യും. പിന്നെ പ്രായമുണ്ടോ? ഇപ്പൊ 2 വയസ്സ്. ഉണ്ടോ? 2 വയസ്സായി. 2 വയസ്സാണ്. ഇതോ അയ്യോ എന്നിട്ട് ഇത്രയേ ഉള്ളോ? ഒന്നും കഴിക്കത്തില്ലതാ. അങ്ങനെയാണോ? എന്നാ കഴിക്കുന്ന വർഷം നോക്കിക്കൊള്ളു മോളെ. ആരോഗ്യം വെക്കണ്ടേ കൊച്ചിന്? എന്താ ഞാനത് കഴിക്കത്തില്ല. അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ. എന്താ അവർക്ക് ഇഷ്ടമുള്ള? ഇഷ്ടപ്പെട്ടത് എന്താ? അപ്പന്റെയും വല്യപ്പന്റെയും കൂട്ടി രാവിലെ ഒരു 11 മണിയാകാതെ ഒന്നും കഴിക്കുക. അവർക്ക് എന്നാ ഇഷ്ടപ്പെട്ടാക്ക? അവർക്ക് എന്നാ ഇഷ്ടപ്പെട്ട അമ്മച്ചി തരും. അന്നമോളെ പറ. അതിന്റെ പേരെന്നാന്ന് പറഞ്ഞേ?
താഴെ പേര് പറഞ്ഞേ എന്ത് വർത്താനം പറയുന്ന പുതിയ വീട്ടിൽ വന്നിട്ടാ അല്ല എവിടെ ചെന്നാലും പുള്ളി അടിച്ചു കയറി നടക്കണതാ. എന്നാ പറ്റിയെന്ന് വെച്ചില്ല. പേരമ്മ കണ്ടിട്ടായിരിക്കുമല്ലേടി? ദൈവം ഉണ്ടായില്ലേ. പുതുമറ്റക്കാരൊക്കെ ഒത്തിരി വർത്താനം പറയണാണല്ലോ. അതെ അതെ വല്യപ്പന്റെ അതെ, വല്യപ്പന്റെ ബഹളാന്ന് ഞാൻ പറയും. അല്ല പുതിയ തലമുറ എന്ന് അധികം പറയല. പുതിയ തലമുറ പറയുന്ന കുറച്ച് പറയല്ലേ കുറച്ചൊക്കെ ഉള്ളു. ഇപ്പോഴത്തെ ഉള്ള പിള്ളേർ പറയാൻ വർത്താനം കുറവാണ്. അതിന്റെ പേരെന്നാ ആരുടെ അമ്മ? അങ്ങനെയുള്ളതല്ലേ നോബി നോബി ഏഹ് നോബി. അയ്യോ എനിക്കൊന്നും കേൾക്കാൻ പറ്റോട്ടെ, എന്റെ ചെവിയൊക്കെ അടന്നു. പിള്ളേരുണ്ട് അവന്റെ കൊച്ചാ ഇത്. ഒരാളേ ഉള്ളൂ. ആണോ? ആവിയൊന്നും പിടിക്കുന്നില്ല. ആവിയൊക്കെ വലിക്കുന്നുണ്ട്, ഒരു ജോലി എവിടെ മരുന്ന് മേടിച്ചേ? ചെവി അടച്ചിലൊക്കെ. ഒരു ജോലി ഉണ്ടല്ലോ. അവന് വണ്ടി ഓടിക്കുക. അങ്ങോട്ട് പോണോ? കൊച്ചൊക്കെ പൊക്കോ പൊക്കോ വാ വാ ഇപ്പൊ ഞാൻ മാറിഞ്ഞേക്കാം. പൊക്കോ അപ്പാടെ അടുത്ത് പൊക്കോ. വലിയേച്ചി ഉണ്ടെന്നാ പറഞ്ഞേ. ആണോ? നേരത്തെ മുതൽ അവിടെയാണ്. ആരോഗ്യം ഉണ്ടോ, എത്ര വയസ്സായി എന്നൊക്കെ ചോദിച്ചു. എടാ നിന്നെ തിരക്കുന്നടാ കുഞ്ഞമ്മ. നിന്നെ കണ്ടില്ലെന്നാ പറഞ്ഞേ. നീ എവിടെ പോയിക്കുവായിരുന്നു? അറിയോ? അറിയണില്ല. എന്നെ കണ്ടിട്ടുണ്ടോ? നീ വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട്. ഓർക്കണില്ല. നീ വാരി വീട്ടി വരുമ്പോ വിലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം അല്ലേ? ഉടനെ പോയല്ലേ. അതാന്നേ. കുഞ്ഞമ്മ ചിലപ്പോ പറയാൻ അവർക്ക് സമയം എടുക്കുകയല്ലോ. അല്ല ഒരു ദിവസമെങ്കിലും താമസിക്കണം. എന്നാലും ഓർത്തിരിക്കുള്ളൂ. അതെന്നെ ഇവിടെ കട്ടിലെ കിടന്നോടാ. എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? വേറെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയത്തില്ല. പിന്നെ പിന്നെ ഇടയ്ക്കൊന്നും പറഞ്ഞാൽ അറിയത്തുമില്ല. പിന്നെ മറന്നു നമ്മള് അല്ലേ? കാഴ്ചയൊക്കെ ഉണ്ടെന്ന് അന്നേരല്ലേ കുഞ്ഞമ്മക്ക് കണ്ണിനൊന്നും അത് ലേസർ ചെയ്തായിരുന്നു. സുഖമായിട്ട് വരുന്നതിന് മുമ്പ് ഒരു കണ്ണ് ലേസർ ചെയ്തായിരുന്നു. അടുത്ത ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്താണ്. അസുഖങ്ങളൊന്നുമില്ല. അസുഖങ്ങളൊന്നുമില്ല. വെള്ളമൊക്കെ ഉണ്ടല്ലേ? വെള്ളമുണ്ട്. ഇവന്റെ മോളെ ഇത്. വെള്ളത്തിനൊന്നും വലിയ ക്ഷാമമില്ല. ഇല്ല ഇല്ല. എന്റെ മോളാത്. ഇത് കുഞ്ഞു മോളല്ലേ? അവന്റെ അതവളോ ഉള്ളോ? ഒരെണ്ണമുള്ളൂ. വെള്ളം 2 വയസ്സായിട്ടും വേണ്ട വളർച്ചയില്ലെന്ന കുഞ്ഞമ്മയുടെ അഭിപ്രായം. ആണോ? ഇത്രയും പോരെ പോലും ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അവർക്ക് എത്ര വയസ്സുണ്ടോ? 2 വയസ്സ്. എത്രയാ അമ്മേ? ഞാൻ എത്ര വയസ്സായി? വളർച്ചയില്ല. ഇത് പറഞ്ഞേ. ആ കുഞ്ഞിപ്പോ ഞാൻ ചോദിച്ചാ കേട്ടോ. മിണ്ടുന്നില്ല. ഇവിടെ വന്നിട്ട് മിണ്ടുന്നില്ല അവള്. അമ്മാമ്മ ചോദിച്ചാ കേട്ടോ. എത്ര വയസ്സാ? അമ്മയ്ക്ക് ഒരു ഉമ്മ പോലും കൊടുത്തില്ല ഇന്ന്. കൊടുത്തില്ലടാ. ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല. ഉമ്മ കൊടുത്തില്ലേ? ഇതാണോ പച്ചമ്മ കൊടുത്തോണ്ട്? അല്ല പപ്പാച്ചി വരെ ഉമ്മ കൊടുത്തു. ശരി ഇതന്നെ വാവ. ചിത്താത്ത വർഷത്തെ ഉണ്ട് ചൂടടിക്കുന്നുണ്ട്. കണ്ണെല്ലാം പരാളിച്ചിട്ടുണ്ട്. അവരുടെ കൈ പിടിച്ചിരിക്കുന്ന ഈശോ മാതാവ്. ഈശോമ്മ. ഇത് ഈശോമ്മ. ഉമ്മ കൊടുത്തേ ഈശോമ്മയ്ക്കൊരു താഴെ പോരും. ഫ്ലൈങ് കിസ് കൊടുത്താൽ മതി. മാതാവ് ഒരു ഫ്ലൈങ് കിസ് അങ്ങ് കൊടുത്തേ ഈശോമ്മയ്ക്ക്. നല്ല എടുത്തൂടാ. വായു മാതാവിനത്തോട് വായുണ്ടോ അല്ലേ? നല്ല കാര്യ. അമ്മയും മാതാവിന്റെ ആളാ. ഒന്ന് രണ്ടെണ്ണ അല്ലേ? സ്വന്തം ചെല്ലുമായിരുന്നു ഞങ്ങള് വന്നപ്പോ. അവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. അവിടെ ഉണ്ടെന്നല്ലേ? ഇവിടെ സാബുവിന്റെ അടുത്ത് ഇപ്പുറത്ത് സാബു താമസിക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ അതെന്താ ജോലി? വണ്ടി ഓടിക്കോ? ഡ്രൈവറാ? വണ്ടി ഓടിക്കോ? വണ്ടി ഓടിക്കാണ്. നമ്മള് സ്വന്താ. കൊച്ചിന്റെ കൊച്ച ഇവരാ മൂത്തു അല്ലേ? നീ ഇളയത്തുങ്ങളോ? ഇവിടെ ഇല്ല. വേറെ ഇല്ലേ? വേറെ ഉണ്ട്. 2 പേരൂടെ ഉണ്ട്. ആണോ പെണ്ണ? 2 ആണും കൂടെ. പെണ്ണുങ്ങളോ? പെണ്ണുങ്ങളില്ല. അന്ന് 3 പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നു. ആ പിന്നെ ഒരു പെണ്ണ് ഇവിടെ കണ്ടില്ലേ, കുഞ്ഞു പെണ്ണ്. അതൊരു പെണ്ണ് പോരെ. 3 പെണ്ണുങ്ങളുണ്ടായ? ഇല്ല, കെട്ടി 3 പെണ്ണുങ്ങളെ കെട്ടിക്കൊണ്ട് വന്നു. 3 ആണുങ്ങളും. ആണോ? അത് മതി. അവരെ കിട്ടേച്ച് പോയെന്നേ ഉള്ളൂ. ദൂരോട്ട് ഒരു സ്ഥലം. ആ ഒരു സ്ഥലത്ത്. ദൂരേന്ന് കിട്ടില്ല. ദൂരെ നല്ല കെട്ടിയത് അടുത്തുനിന്നാണ്. ഒരു ദൂരെയോ? ജോലി ദൂരെ.
വല്ലപ്പോഴും വരുള്ളൂ. വല്ലപ്പോഴും വരുള്ളൂ അല്ലേ? സുഖാണല്ലോ പറ്റി കുഴപ്പമൊന്നുമില്ല, സുഖം. പിള്ളേരില്ലേ? പിള്ളേരില്ല, എത്രയായി? അധികം ആയില്ല. ഇല്ലേ? പിന്നെ ഇവിടെ ആരാ വെള്ളം കൂട്ടും? ഇവനുണ്ട്, ഇവനും ഇവന്റെ കെട്ടിയോളും ഉണ്ട്. ഉണ്ടോ? എനിക്ക് കൂട്ടും. മതി, അത് മതി. അത് മോനെ ജോലിയില്ലേ? ഇവിടെയാണ് നാട്ടിലാണ്. അതാ നല്ലത്. കാണുകയും ചെയ്യാതെ തന്നെയല്ല വിവരം അറിയുകയും ചെയ്യും. ആളില്ലാതെ വലിയ പാടാണ്. പ്രത്യേകിച്ച് ഒരാങ്കൊച്ചുങ്ങൾ ആരെങ്കിലും നമുക്ക് കൂട്ടില്ലെങ്കിൽ വീട്ടിലില്ലെങ്കിലല്ല എന്നാ പാടാന്നറിയാം. ഒരു കാറ്റ് ഒരു തീരുമാനം അടുക്കുക. ഒരു മനുഷ്യൻ വന്നാൽ ഒരു കാര്യം നടത്താൻ ആളുണ്ടോ? എന്ത് പാടാന്നറിയാം. ഇപ്പൊ കടയിൽ പോണില്ലേ? ഞാൻ എനിക്ക് 3 ആമക്കള്. 3 ആൺമക്കളാണ്. മൂത്ത മകൻ ഇത്. മൂത്ത് എന്റെ താഴെ 2 കൂടെ ഉണ്ട്. 2 ആണുങ്ങളാ. മക്കളാരുമില്ല. നീ ഇതിങ്ങനെ ചോദിച്ചോണ്ടി അവര് കെട്ടിക്കൊണ്ടു റിപ്പീറ്റേഷൻ എനിക്കില്ല, ജോലിയൊന്നും ഇല്ല കുഞ്ഞമ്മ. ആയിട്ടില്ലല്ലേ? ഇതാരാമേ ഇത് ഇതാരാ ഇത്? ആ മകന്റെ കെട്ടിയോ? മകന്റെ കെട്ടിയതാണത്. ഞാൻ ആരാന്ന് ചോദിച്ചത്? ഞാൻ ആരാ? ഇത്. കുഞ്ഞമ്മയുടെ ആരാ ഞാന്? മകളെ കെട്ടിക്കൊണ്ട് പോകുന്നല്ലോ. അല്ലല്ല, അല്ല. വീട്ടിലുള്ളവരെ ഉം. ഇവനല്ലാതെ വീട്ടിലോ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങൾ ആരും ഉണ്ടോ? ഇല്ല ഇല്ല, ആരും ഇല്ല, ആരും വന്നില്ല. എത്ര ആൺമക്കളുണ്ട്? 3. 3 പേര് വരാനുണ്ടല്ലോ. 3 പേര് വന്നു. ഞങ്ങള് പൊക്കോട്ടെ. പോവാ, പിന്നെ വരാം കേട്ടോ. എന്നാ വരാൻ ഇടയ്ക്ക് ഇതുപോലൊക്കെ വരാം. ഇടയ്ക്ക് ഇവന്റെ അനിയന്മാര് വരുമ്പം വരാം. കുഞ്ഞമ്മേനെ കാണാനേ. അതെ, അനിയന്മാര് വരുമ്പം വരാം. റിമോ എടുത്തിട്ടാ പോയെ. ജോലിക്ക് സ്ഥലത്താണ്. നമുക്ക് റിമോ എടുത്തിട്ടോ. എന്നാ വന്നെ? അവര് 5 മാസം കഴിഞ്ഞേ വരുള്ളൂ. അന്നേരം നമുക്ക് റിമോ എടുത്തരാം. ഇതാത്തോട് പിന്നെ വരാന്ന് പറ. എങ്ങനെ വന്നെ? എപ്പോഴാ ചെല്ലണേ? ഞങ്ങൾ ഉടനെ എത്തും. വണ്ടിയിലാണോ പോണത്? എത്ര മണിക്കോ? 10 മിനിറ്റ് മതി. 10-15 മിനിറ്റ് കൊണ്ട് ചെല്ലും. ഞങ്ങളെന്നാ പൊക്കോട്ടെ. കുഞ്ഞമ്മേനെ കാണാൻ ഞങ്ങൾ ഓടി വന്നതാ. എന്റെ മക്കളെ എന്ത് കാണും? ഇടയ്ക്ക് വരാം. ഇടയ്ക്ക് വരാം. ഞങ്ങൾ വരുമ്പം വരാം. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നിട്ട് ഒന്നിച്ചിരി അങ്ങ് പോണോ? കണ്ണൂർക്ക് പോയിട്ട് തിരിച്ചു പോകുള്ളൂ? ഇല്ല, അവള് ഇനി അവിടെ ഭർത്താവിന്റെ വീട്ടിൽ കായംകുളത്തിന് പോകും. പിന്നെ ഏലമാറ്റി വരുന്നുണ്ട്. എന്റെ നാത്തൂര് കണ്ണൂരിൽ വരുന്നുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് കണ്ണൂർ. ചേച്ചി തന്നെയല്ലേ ഉള്ളൂ? ആ, അല്ല, മകളല്ല, മോന്റെ ഭാര്യയുണ്ട്. മോനെ അവിടെ തന്നെയല്ലേ ജോലി. അവനെ അവിടെ മോളിപ്പോ സബിതയിൽ നിന്ന് നിർത്തി. അവൻ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒത്തിരി നാളായോ? ആ, തിരുവനന്തപുരത്തുനിന്ന് നേരത്തെ വന്നായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. നേഴ്സാ. അത് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. തലപ്പറമ്പില് ഗ്രൂപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയും. അവിടെ പോകുന്നുണ്ട്. മക്കള് 2 പേരും. മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കണം. ഇളയാൾക്ക് 1.5 വയസ്സ്. നോക്കി നിൽക്കുക വണ്ടിയിൽ. പിന്നെ മോള് കെട്ടി വിട്ടു. എന്റെ മോനല്ല, ഈ ചേച്ചിയുടെ മോന. ചേച്ചിയുടെ മൂത്ത മോനാണ്. ചേച്ചിക്ക് പണിയുണ്ടല്ലോ കൊച്ചിനോട്ട്. അവള് പഠിക്കാൻ പോകുന്നു. അവളെന്നെ പഠിക്കാൻ പോണേ? അവള് ഫാർമസി. വേറെ പഠിക്കാൻ പോകുന്നുണ്ടോ? എവിടെയാ? അത് ബേബീന്റെ 2 വർഷത്തെ. 2 വർഷമല്ലേ? നല്ല കാര്യമാണ്. കേറാന്നേ. ഞാൻ ഏറ്റവും ഇളയത്. അപ്പൊ കാണുമല്ലോ ഇതിനകത്ത്. 5 പേര്. ഒരാണ് 4 പെണ്ണ്. ഒരാണേ ഉള്ളു. ബാക്കിയെല്ലാം പെൺപിള്ളേരാ. പിള്ളേരൊക്കെ കെട്ടത്തില്ലല്ലേ? പിന്നെ ഒരാളെ കെട്ടിച്ചു, ഒരാളെ കെട്ടിക്കണം. ജോലിയുണ്ടോ? ജോലിയുണ്ട്. മടുപ്പല്ല. ഇല്ല, കയറി ഇരുന്നാ പോരെ അവിടെ. എന്നാ മതി. എന്നാലും വേണോ?
ഇത് അമ്മയുടെ ബാബു വണ്ടി കയറാൻ എലിക്കുട്ടി അമ്മയുടെ മൂത്ത ചേട്ടത്തി. അമ്മ പറയാറില്ല, അമ്മ മൂത്ത ചേട്ടത്തിയുടെ 2 പെമ്മക്കളാണ് ഈ ഇരിക്കുന്നത്. വണ്ടിയിൽ കയറാൻ പോവാണോ? ഇത് 3ാമത്തെ ആള് ഇല്ലിക്കുട്ടി, കണ്ണൂരാണ്, പോരണ്ടേ? തളിപ്പറമ്പ്. ഇത് ലിസിക്കുഞ്ഞ് ഡൽഹിയിലാണ്. കുഞ്ഞും ഒരാൾ സെലിൻ ചേച്ചി അല്ലേ, സെലിൻ ചേച്ചി 2 പേര് ഡൽഹിയിലുണ്ട്. അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോ അവിടെ ചെല്ലും? ഞങ്ങളിപ്പോ അങ്ങ് എത്തൂലേ. പിന്നെ ഇത് ആൻസി ചേച്ചിയാണ്, അമ്മയുടെ പേരമ്മയുടെ ഒരു മകനേ ഉള്ളൂ. ആ മകൻ്റെ ഭാര്യയാണ്. ചേട്ടായി ഞങ്ങളെ വിട്ടുപോയി. ചേച്ചിയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. 3 ആൺമക്കളാണ്. അവരെ സാബു ചേട്ടാടെ വീട്ടിൽ പോവാ. സാബു ചേട്ടാടി സാബുമോന്റെ വീട്ടിൽ പോവാ. സാബുവിൻ്റെ വീട്ടിൽ പോവാ. സാബുമോന്റെ വീട്ടിൽ, സാബുമോന്റെ വീട്ടിൽ പോവാന്നേ. അമ്മയുടെ സ്വന്തം മോൻ സാബുമോൻ പോയിട്ട് പോരും. എന്താ മോനെ അവിടെ അല്ലേ? ഇവിടെയല്ലേ? ആ, കാൽച്ചേട്ടായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോവാ. ഇല്ലില്ല, വന്നത് ഇവിടെ ഇത്ര ഇരിക്കുമായിരുന്നു. സന്തോഷം. എല്ലാരെയും കാണാൻ സന്തോഷം. ആരാന്നൊന്നും അറിയത്തില്ല. പിന്നെ കാണാം, പിന്നെ വരാം. ഞാൻ ഇന്ന് വരും. ഇത് വരുമ്പം വരാം. ഒരു താമസിക്കാതെ താമസിക്കാതെ നമുക്ക് കാണാനോ അവർക്ക് ഓരോ സ്ഥലം വഴി ആരായി തോന്നും. പിന്നെ കാണാൻ പറ്റിയല്ല. വരുമ്പോ തട്ടെ. സങ്കടായി കേട്ടോ. ഞാൻ വരാം കേട്ടത്. ഒന്ന് വരാം. അറിയാലോ, കുറച്ച് അറിയില്ല. അറിയത്തില്ല. ശരി ഓക്കെ ഓക്കെ. ആ പോവാണോ? ചോദിക്കുന്ന കേട്ടോ. എന്നാണോ അവൾ അമ്മ എടാ, അമ്മച്ചി അവിടെ നിന്ന് ടാറ്റ നിനക്ക്. എന്താ? മടിക്കല്ലേ? ഇല്ലില്ല, അടിക്കുകയില്ല. ഇല്ല കുഴപ്പമില്ല.